ആദ്യം തന്നെ ഒരു തരത്തിൽ ഹൈപ്പില്ലാത്ത ഈ പടത്തിന് എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് പോവാ എന്ന് പറഞ്ഞ കൂട്ടുകാരനോട് എനിക്ക് നന്ദിയുണ്ട്. അങ്ങനെ കങ്കുവ കണ്ടിരിക്കുകയാണ്. ശിവണ്ണൻ പണ്ണലിൻ്റെ എക്സ്ട്രീം വേർഷനാണ് കങ്കുവ. രണ്ടാമത് നന്ദി പറയുന്നത് നമ്മുടെ ശിവണ്ണനോട് തന്നെയാണ്. ദൈവമേ, പുള്ളിയുടെ എക്സ്പെക്റ്റേഷൻ പുള്ളി മീറ്റ് ചെയ്തു. പുള്ളിയിൽ നിന്ന് ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ തന്നെ സംഭവിച്ചു. എന്നോട് പറഞ്ഞു ഇത്രയും ബിഗ് ബഡ്ജറ്റ് ആയിരിക്കും, പടം കൊള്ളായിരിക്കും എന്നാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ശിവണ്ണൻ പാസം കുത്തിക്കയറ്റും ഉറപ്പായിട്ടും. അല്ല, ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് അല്ലേ, എങ്ങനെയാണിത്, നോക്കിക്കോ എന്ന് പറഞ്ഞു. കണ്ടു. എന്താണ് ഒരു നഷ്ടം? ആ ഭാഗ്യം പങ്കിടാൻ ഞാൻ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏക ഒരു പോരായ്മയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കം നമ്മുടെ പ്രസൻറ്റിൽ വരുന്ന ഒരു വെറുപ്പിക്കലുണ്ട്. സൂര്യ ഇത്രയധികം വെറുപ്പിച്ച വേറെ സിനിമയില്ല എന്ന് പറയും. എനിക്ക് എന്തോ ഒരു ഇത് എന്തു പടപാട് എന്ന് തോന്നി തുടങ്ങി. സൂര്യ, ഡിഷ പട്ടാനി, യോഗി ബാബു, റെഡിൻ കിങ്സ്ലി 4 പേര് ചേർന്ന മുട്ട വെറുപ്പിക്കലായിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂമും ഒരു ജാതി വെറുപ്പിക്കലാണ്, ഒന്നൊന്നര വെറുപ്പിക്കില്ല. ഡിഷ പട്ടാനിയൊക്കെ എന്തിനാണ് ഇട്ടത്? അല്ല, അത് ഇട്ടത് വേറെ അറിയാം നമുക്ക്, ഫസ്റ്റായിട്ട് പാട്ടിൽ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ടായിരിക്കും ഇട്ടത്. പിന്നീട് കങ്കുവ പോർഷൻ, അതിൽ ടെക്നിക്കൽ സൈഡ് മാത്രം, ശിവ അതിൽ പെടില്ല. ടെക്നിക്കൽ സൈഡ് വേറെ. പുള്ളി എമോഷനായിട്ട് കാണിക്കാൻ തോന്നുന്ന പല സാധനങ്ങളും പരാജയപ്പെട്ട് ചീറ്റി പണ്ടാരടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പയ്യനുണ്ട്, അവൻ മരിക്കുന്ന സീനൊക്കെ ഉണ്ട്, ഭയങ്കര ഇമോഷണലാണെന്നാണ് പറയുന്നത്. തിയേറ്റർ മൊത്തം കൈയടിയായിരുന്നു. ഒന്ന് മരിച്ചല്ലോ, ഇങ്ങനെ തോന്നണമെങ്കിൽ എന്തുമാതിരി വെറുപ്പിക്കലായിരിക്കും എൻ്റെ പൊന്നോ. പിന്നെന്തോ ഉറങ്ങാൻ പറ്റില്ല, ഫുള്ള് നിലവിളിയാണ്. സൂര്യണ്ണൻ ഒരേ നിലവിളിയാണ്. പുള്ളി ഡബ് ചെയ്തിട്ട് മിക്കവാറും എല്ലാ ദിവസവും തൊണ്ടവേനയ്ക്കുള്ള ഗുളിക കഴിച്ചിട്ടാണ് കിടന്നതെന്ന് തോന്നുന്നത്. അമ്മാതിരി നിലവിളിക്കൽ. സിനിമയിൽ ഇത്രയും ഒരു ബഡ്ജറ്റ് എടുത്തിട്ട് ഇത്രയും വലിയൊരു ക്യാൻവാസിലോട് പടം കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല കഥ, നല്ല ക്യാരക്ടേഴ്സ് എഴുതി അതിന് ഇമോഷണലായി കണക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതില്ല. അവിടെ നിലവിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പുള്ളി ടെക്നിക്കൽ സൈഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എൻ്റെ അമ്മോ. പിന്നെ ബോബി ഡിയോളും പുള്ളി ഭയങ്കര ക്രൂരനായ വില്ലനാണ്. ഈ ചോര ഇങ്ങനെ തലക്കൂടെയൊക്കെയാണ് ഒഴുകുന്നത്. ഇതൊക്കെ കാണിക്കാനാണിത്. എന്നിട്ട് നമുക്കൊന്നും തോന്നിയില്ല. ഇപ്പം ഭയങ്കര ആളാണെന്ന് തോന്നണ്ടേ. കങ്കുവ ഭയങ്കര ആളാണെന്നാണ് കങ്കുവ പറഞ്ഞില്ല. പിന്നെ ആരാണ് കങ്കുവ? അതിനെന്തെങ്കിലും ഒരു സീന് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഫുള്ള് ഇമോഷണലി ഒട്ടും കണക്റ്റ് ആവുന്ന ക്യാരക്ടേഴ്സും കഥയുമാണ് ശിവണ്ണ ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം പോയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ പിന്നെ എന്താണ് സങ്കടം ചോദിച്ചാൽ, ഞാനും പെട്ടുപോയല്ലോ ഈ പടം കാണാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ റിവ്യൂ കിടന്ന് നെഗറ്റീവ് അടിക്കാനാണോ നീ പടം കണ്ടത്? തീർച്ചയായും അല്ല. ഞാൻ പറഞ്ഞു അവൻ്റെ ഒരു നിർബന്ധം, പുള്ളി ബുക്ക് ചെയ്തു, ശരി എന്ന് പറഞ്ഞു പോയി കണ്ടു, ഹൃദാർത്ഥനായി. എന്തായാലും വേറെ ഞാൻ ഒരാളെ കൊണ്ട് ഈ സിനിമ പോയി കാണാൻ പറയില്ല, ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിലവിളിയാണ്. എന്നിട്ട് പോലും അവസാനം കുറേ സമയമാകുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോകാൻ തുടങ്ങി. ഞാൻ എത്ര സ്ലോ പേസിൽ പടം കണ്ടിട്ട് പോലും എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഗോട്ട് കണ്ടപ്പോൾ ഇനി ഉണ്ടായിരുന്നു. അവസാനം ഈ ഗ്രൗണ്ടിൽ കിടന്ന കാട്ടിക്കൂട്ടിൽ കണ്ടപ്പം പണ്ടാരൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു. ഇത് ഫസ്റ്റ് ഹാഫ് തന്നെ കുറേ പേരൊക്കെ ഓഡിയൻസ് നമുക്കറിയാലോ, കുറേ പേര് ഫസ്റ്റ് ഹാഫിൽ തന്നെ പോയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, കാശ് മുടക്കി വന്നാലേ 3D വേറെ. 3Dനെ കുറിച്ചൊന്നും പറയണ്ട, നല്ല കഥയുമില്ല, ഒന്നുമില്ല. പിന്നെ അത് ആ സൈഡിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്നിക്കൽ സൈഡൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. കാരണം പക്ഷെ കാര്യമില്ല, ആ ടെക്നിക്കൽ സൈഡിനെ ഒരു ബലം വെപ്പിക്കാനുള്ള ഒരു അടിത്തറ ഇല്ല സിനിമയ്ക്ക്. സൂര്യ ഈട്ടിക്ക് ശേഷം ഒരു തിയേറ്റർ റിലീസാണ്. പുള്ളി എന്തിനാണ് ഇങ്ങനെ ഒരു പടം? പുള്ളിയുടെ ശിവൻ്റെ പ്രീവിയസ് പടങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നീട് എനിക്ക് തോന്നുന്നു നരേറ്റ് ചെയ്തപ്പോൾ ഈ കുറച്ചൊരു ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നുണ്ട്, കുറച്ച് സയൻസ് ഫിക്ഷൻ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. സോ പുള്ളി വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല സംഭവമാണെന്ന്. പക്ഷെ ഒരു സംഭവമില്ല, ചുമ്മാ പാസം. ആ പയ്യനെയും കൊണ്ട്, ആ പയ്യൻ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറൈസ് കുറച്ചുണ്ടല്ലോ ഈ വർഷത്തെ, അതിൽ ആ പയ്യനെയും കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ഒരുമാതിരി ഇറിറ്റേഷനായിരുന്നു. സൂര്യയും ഒട്ടും മോശമായിരുന്നില്ല പടത്തിൽ. എന്താ പറയുക, അതിൽ എനിക്ക് ആ പാട്ടുണ്ടല്ലോ, ഒരു പാട്ട്, രണ്ടാളും കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. എൻ്റെ പൊന്നോ, എന്തിനാണത്? മൊത്തത്തിൽ പടം കഴിഞ്ഞു പോയിരിക്കുകയാണ്.
ഒരു രക്ഷയില്ല. ഞാൻ ഒരാൾക്കും റെക്കമെൻഡ് ചെയ്യില്ല. ആ വഴിക്ക് പോകണ്ടെന്നേ പറയുള്ളൂ. ചുമ്മാ അതിൻ്റെ തെറി കൂടെ ഞാൻ എന്തിനാണ് മേടിച്ചെടുക്കുന്നത്. ഇതിലാകെ ഒരു സാധനം ഉള്ളത് DSP. പുള്ളി പണിയെടുത്തിട്ടുണ്ട്, ബാക്കി ആരും പണിയെടുത്തിട്ടില്ല മര്യാദയ്ക്ക്. പിന്നെ ടെക്നിക്കലി കുറച്ച് പ്രൊഡക്ഷൻകാരും അവയൊക്കെ ഓക്കെ, ബാക്കി ഒരുത്തനും പണിയെടുത്തിട്ടില്ല. ചുമ്മാ ആ തലവനേ എന്ന് പറഞ്ഞ സാധനം അടിപൊളിയായിരുന്നു. പിന്നെ കങ്കുവാ, പിന്നെ ആ BGM ചില സ്ഥലത്തൊക്കെ കിടിലനായിരുന്നു. പിന്നെ അവനൊരു പരിമിതി ഇല്ലടേ, തലവനേ അത് നല്ല രസമായിരുന്നു. സിനിമയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് ആകെ ഒരു സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ആ സാധനം മാത്രമാണ്. അത് ഇടാൻ വല്ല ഹൈ മൊമെൻ്റ് വേണ്ട, ഒന്നുമില്ല. സിനിമ മൊത്തം ഒരു ചത്ത വീട്ടിലിരിക്കുന്ന പോലെയായിരുന്നു, ഒരു രസമില്ല. ടൈറ്റിൽ കാർഡ് കൊള്ളായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും ടൈറ്റിൽ കാർഡ് ശ്രദ്ധിക്കാൻ തുടങ്ങി ലിയോയ്ക്ക് ശേഷം, അതുകൊണ്ട് അത് കൊള്ളായിരുന്നു. മറ്റ് വേറെ ഈ സിനിമ കണ്ടിട്ടേ ചായക്കടയിൽ ഒരു തിരക്കാണ് രാത്രി. എന്താണ് ഈ പടം കണ്ടിട്ട് ഹാങ് ഓവർ ഇവര് ചായ കുടിച്ചിട്ട് തലവേന മറ്റേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെ എടുത്തു വെച്ച സ്ഥിതിക്ക് എന്നിട്ട് ഇനി അവന് സെക്കൻഡ് പാർട്ട് കൂടെ എടുക്കണമെന്ന് നമ്മുടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് എത്ര തിമിരുണ്ട് എനിക്ക്. ഈ പടം എടുത്തിട്ട് ഇനി സെക്കൻഡ് പാർട്ട്. ഞാൻ പ്രൊഡ്യൂസറിനോട് ഒരു കാര്യം പറയുള്ളൂ, ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ, സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാനാണ് ഇരിക്കണമെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആ പൈസ വെച്ച് വേറെ നല്ല ചെറിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് അത്യാവശ്യം കളക്ഷൻ വല്ലതും കിട്ടും. അതുകൊണ്ട് ആശ തീർക്കുക, അല്ലാതെ അവനെ കൊണ്ട് സെക്കൻഡ് പാർട്ട് എടുക്കാൻ കൊണ്ട് കൊടുക്കരുത്. അവസാനത്തെ നമുക്കറിയാലോ, എല്ലാവരും സർപ്രൈസായ ഒരു സാധനമില്ലേ കാർത്തി. ഇത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പം ലാസ്റ്റ് വരും എന്നുള്ളത്. അതിൽ ഒന്നും തോന്നിയില്ല സീന് വരുമ്പോഴൊക്കെ, കാരണം അത്രയും നേരം വെറുപ്പിച്ചിട്ട്. പിന്നെ കാർത്തി വന്നാലില്ല, ആര് വന്നാലും എന്താണ് ഇപ്പോൾ. അങ്ങനെ നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ പോയി കണ്ടോ. ഞാൻ പറയും ആ പരിസരത്ത് പോകണ്ട, കങ്കുക. നിലവിളി കേട്ടിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല.